നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 29-ാം ദിവസം. രോഗികളുടെ പ്രത്യാശയായ വിശുദ്ധ യോസേപ്പിതാവ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകൾ. കാലത്തിന്റെ തികവിൽ വിശുദ്ധ യോസേപ്പിതാവ് രക്ഷാകര രഹസ്യത്തിൽ പങ്കുചേരുകയും അങ്ങനെ യഥാർത്ഥമായും രക്ഷയുടെ ശുശ്രൂഷകനായി തീരുകയും ചെയ്തുവെന്ന് സഭയുടെ ആരാധനാക്രമം പഠിപ്പിക്കുന്നു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ അനേകം ആളുകളെ ദൈവം വിശുദ്ധ യോസേപ്പിതാവിന്റെ മധ്യസ്ഥതയിലൂടെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ എങ്ങനെയാണ് ഇത്ര ഭയാനകമായ മാറാവ്യാധിയിൽപ്പെട്ടതെന്നും പകുതി മരിച്ചവളെപ്പോലെ ആയി തീർന്നതെന്നും, എന്നാൽ വിശുദ്ധ യോസേപ്പിതാവിനോട് പ്രാർത്ഥിച്ച ശേഷം താൻ അത്ഭുതാവഹമായ സൗഖ്യം പ്രാപിച്ചുവെന്നും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തന്നെ ആളുകളോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോസേപ്പിതാവിന്റെ മധ്യസ്ഥമില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെറുപ്പത്തിലെ തന്നെ മരണപ്പെട്ടു പോകുമായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളായ വിശുദ്ധ ലൂയിയും വിശുദ്ധ സെലിൻ മാർട്ടിനും വിശുദ്ധ യോസേപ്പിതാവിന്റെ വലിയ ഭക്തരായിരുന്നു. അവർ തങ്ങളുടെ 2 മക്കൾക്ക് വിശുദ്ധ യോസേപ്പിതാവിന്റെ പേരാണ് കൊടുത്തതെങ്കിലും നിർഭാഗ്യവശാൽ പ്രസവിച്ച ഉടനെ തന്നെ അവർ മരണമടഞ്ഞു. സെലിൻ വീണ്ടും ഗർഭിണിയായപ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ശിശു ആൺകുട്ടിയാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ ആ ശിശുവിനെ ജോസഫ് എന്ന് പേര് കൊടുക്കാൻ പദ്ധതിയിട്ടു. എന്തായാലും പ്രസവശേഷം പെൺകുട്ടിയെയാണ് കണ്ടെത്തിയത്. അതിനാൽ അവൾക്ക് തെരേസ എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചു. തെരേസ ജനിച്ച് വളരെ നാൾ കഴിയുന്നതിന് മുമ്പേ അവൾ രോഗിയും മരണാസന്നയുമായി. എന്താണ് രോഗകാരണമെന്ന് അവൾക്കറിയില്ല. അവളുടെ അമ്മയ്ക്ക് മറ്റു കുഞ്ഞുങ്ങളുടെ മരണം നേരിട്ട് കണ്ടിട്ടുള്ളതിനാൽ ദുഃഖിതയായി ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഹിതത്തിന് കീഴ്വഴങ്ങി തൻ്റെ ശിശുവായ തെരേസ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ തൻ്റെ കിടപ്പുമുറിയിലുള്ള വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതാവഹമായി അവൾ സൗഖ്യപ്പെട്ടു. പിന്നീട് ആ അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് തെരേസയുടെ അമ്മ തന്നെ അവൾക്കെഴുതി. തെരേസ പരിചകാരകയോടൊത്ത് 1-ാമത്തെ നിലയിലായിരുന്നു. ഞാൻ എൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ദൈവഹിതത്തിന് വിധേയപ്പെട്ടു. അതോടൊപ്പം തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എപ്പോഴും കരയാറില്ല, എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. താഴത്തെ നിലയിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് ഞാൻ ശങ്കിച്ചു. അവസാനം ഞാൻ താഴേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ എന്താണ് കണ്ടത്? കുഞ്ഞ് അതിഗുരുതരമായ അവസ്ഥയിലാണ്. അവൾ ഒരു തവണ തുപ്പിയിട്ട് തന്നെ ശുശ്രൂഷിക്കുന്ന പരിചാരകയുടെ മാറിലേക്ക് ചത്തതുപോലെ വീണു. ഞങ്ങൾ 5 പേർ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടിത്തരിച്ചു. എൻ്റെ രക്തം തണുത്തുറഞ്ഞതുപോലെ എനിക്ക് അനുഭവവേദ്യമായി. ശിശു പുറമേ ശ്വാസമെടുക്കുന്നില്ല. ജീവന്റെ അടയാളം കണ്ടെത്താനായി ഞങ്ങൾ ശിശുവിൻ്റെ മേൽ കുനിഞ്ഞു നോക്കിയെങ്കിലും ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിശു ശാന്തതയോടെയാണ് കിടന്നിരുന്നത്. അവളെ സ്വസ്ഥതയോടെ മരിക്കാൻ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞായ തെരേസ തൻ്റെ കണ്ണു തുറന്ന് പുഞ്ചിരിക്കാൻ ആരംഭിച്ചു. രോഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിശുദ്ധ യോസേപ്പിതാവ് പ്രത്യാശ തരുന്നു. നാം രോഗിയാകുകയോ അഥവാ ആരെങ്കിലും രോഗിയാണെന്ന് അറിയുകയോ ചെയ്താൽ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പക്കൽ പോകുക. നമ്മുടെ ആത്മീയ പിതാവിൻ്റെ അടുക്കൽ പോകണമെന്നും അവനിൽ നിന്ന് സഹായവും സൗഖ്യവും ചോദിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ശാരീരിക സൗഖ്യം തരണമോ വേണ്ടയോ എന്നത് ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ സെലിൻ തൻ്റെ ശിശുവായ തെരേസയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ സൗഖ്യം ചോദിക്കുന്നതിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട. നാമോ നമ്മുടെ പ്രിയപ്പെട്ടവരോ സൗഖ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും സഹനമുണ്ടാകുമെന്ന കാര്യം നാം മറക്കരുത്. ഒരു ശിശു എന്ന നിലയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് സൗഖ്യം കിട്ടിയെങ്കിലും ജീവിതത്തിൽ മറ്റനേകം രോഗങ്ങൾ അവൾ സഹിച്ചു. ഈശോ ഉയർപ്പിച്ച ലാസർ വീണ്ടും മരണമടഞ്ഞു. അതിനാൽ നമുക്ക് ശാരീരിക സൗഖ്യം കിട്ടിയാലും ഇല്ലെങ്കിലും വിശുദ്ധ യോസേപ്പിതാവ് സ്വർഗത്തിൽ നമുക്ക് രോഗമില്ലാത്ത ജീവിതമുണ്ടാകുമെന്ന് പ്രത്യാശ തരുന്നു. ദൈവ പരിപാലനയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ വിശുദ്ധ യോസേപ്പിതാവ് നമ്മെ സഹായിക്കും. വിശുദ്ധ ജോസഫ് മറെല്ലോയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ദൈവം നിർദ്ദേശിക്കുന്ന കാര്യം മാത്രം ചെയ്തുകൊണ്ട്
ദൈവപരിപാലനയ്ക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. നമുക്ക് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര തുടരാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകൻ്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകൻ്റെ അപ്പാ, കരുതേ